കണ്ണൂർ എവിടെയുള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഇപ്പം നവ്യ ചോദിച്ച് പുറത്തേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ട് സമ്മാനം കിട്ടുന്നില്ല, ജഡ്ജ്മെൻ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു, ഇതാണ് ബേസ്. പൈസ കുറേ ലക്ഷങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒരു കുട്ടീനെ പഠിപ്പിച്ച് അമ്മമാർ അതറിയാം. ഈ അമ്മമാരെ പറയുകയാണെങ്കിൽ ഒരുമാതിരി മത്സരബുദ്ധി അവർക്ക്. മറ്റേ സ്ഥാപനത്തിൽ കുട്ടീൻ്റെ കൂടെ കളിച്ചിട്ടുള്ള ഒരു മത്സരം, അല്ലെങ്കിൽ ഇവർ പഠിക്കുന്ന ടീച്ചറല്ല അപ്പുറത്തെ കൊച്ചിനെ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് മത്സരം, അയലോകക്കാരുടെ അടുത്ത് ഞെളിഞ്ഞിങ്ങനെ നിൽക്കണം എൻ്റെ മോൾക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു മത്സരം. ഇതൊക്കെയാണ് ഇവരുടെ ഈ പൈസ. എന്നിട്ട് എന്ത് കിട്ടുന്നത്, എന്താ കിട്ടുന്നത്? എന്നിട്ട് ഇപ്പോഴത്തെ കാലത്തൊരു സമ്മാനം കിട്ടിയാലുണ്ടല്ലോ സത്യമായിട്ടും കളിച്ചിട്ട് മേടിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒറ്റ വാക്കിലതാ. ഈ കേരളത്തിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു കുട്ടി ഏതെങ്കിലും ഒരു ജഡ്ജായിട്ട് വന്നിരിക്കുന്ന ഒരാൾ പോലും, സത്യഭാമ ടീച്ചർ പൈസ തന്നിട്ട് ഞങ്ങൾ സമ്മാനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടം പോലെ സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒറ്റ വേദിയിൽ മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നീന പ്രസാദ്, സെക്കൻഡ് സുജാ രാഘവൻ, തേർഡ് വന്നിട്ട് സൂരജ് രാഘവൻ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മേടി. ഈ കേരളത്തിലൊരൊറ്റ ആർട്ടിസ്റ്റ് അങ്ങനെ മേടിച്ചിട്ടില്ല. പിന്നെ ഷീജ രാജ് എന്ന് പറഞ്ഞൊരു ഹാട്രിക്കാണ് മോഹിനിയാട്ടം, അട്ടിപ്പിച്ച് 3 വർഷം ഫസ്റ്റാണ്. ഇത്രയും മേടിച്ചിട്ട് അല്ലാതെ സ്റ്റേറ്റ് ഫസ്റ്റൊക്കെ മേടിച്ചു. എൻ്റെ ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് മേടിച്ച കുട്ടി മരിച്ചു വരുന്ന അവയൊക്കെ അറിയാലോ. ശാന്തിയെ കേട്ടിട്ടില്ലേ? അവള് ഫസ്റ്റ് മേടിച്ചാ മരിച്ചു പോയി കുട്ടി. ഇഷ്ടംപോലെ സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഒരാൾ പറയുമെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെ കുറേ പറഞ്ഞില്ലേ കുറേ പേര്, അവർക്ക് എന്തറിയാം? എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കണേ. അറിയാം എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് പറഞ്ഞ് ഓരോന്ന് ഇടുന്നത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അറിയാം, അവർക്ക് എന്തൊക്കെയോ അറിയാം. തിരുവനന്തപുരം ഭാഷ എന്തൊക്കെയോ അവർക്ക് അറിയാം. അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടത്തേക്ക് ഞാൻ കൊണ്ടുവന്നില്ലേ. ഇനി കിടക്കണേ ഉള്ളൂ. മരിക്കുന്നത് വരെ ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഫൈറ്റ് ചെയ്യും, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്നെ അറിയാവുന്നവർക്ക്, എൻ്റെ തൊഴിലിനെ കുറിച്ച് എന്നെ അറിയാവുന്നവർ എന്നെ ഒന്നും പറയില്ല. മനസ്സിലായി? അപ്പോൾ ഒരാൾ പറയുമെങ്കിൽ അവർക്ക് ഞങ്ങളൊക്കെ പൈസ തന്നിട്ട് അവർ സമ്മാനം മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. എൻ്റെ വളരെ പെറ്റായിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറുണ്ട് എനിക്ക്, കലാമണ്ഡലത്തിൽ പഠിച്ചു തന്നെയാണ്. ചേച്ചി ഞാൻ ഇന്നയിടത്ത് ജഡ്ജാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എൻ്റെ കുട്ടി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി, നല്ല കാര്യം, പൊയ്ക്കോളൂ. പക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ കളിക്കുന്ന കുട്ടിയോടെ ഞാൻ പറയാൻ പോയില്ല. കുട്ടിയപ്പോൾ എന്താവും? കുട്ടി അങ്ങ് തലേ കയറും. എല്ലാ ടീച്ചറും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി കളിച്ചാൽ മതി. അങ്ങനെ വേണ്ട, കളിച്ച് മേടിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ വേണം. കുട്ടികൾ അമ്മമാരും ടീച്ചർമാരും എന്താ പറയുക, നീ കളിച്ചോ, ധൈര്യമായിട്ട് കളിച്ചോ, അതൊക്കെ അമ്മ റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നേ. ഇതൊന്നും അങ്ങ് മോളിടൂല്ല ദവ്യേ. 4 ചുറ്റും കെട്ടി വരുമ്പോഴത്തേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ അങ്ങ് വീഴും. അങ്ങനെ എത്രയോ കുട്ടികളുണ്ടായിട്ടുണ്ടറിയോ? ഈ ശരിയല്ലാത്ത വഴി കൂടെ പോകാനുള്ളൊരു തൊഴിലല്ല ഇത്. ഈശ്വരാധീനമുള്ളൊരു തൊഴിലാണ് ആർട്ട്. എന്തും എത്ര നന്നായിട്ട് പാടുന്നവന് ഒരു മുള്ളു കൊണ്ടാൽ പോരാ. തീർന്നില്ലേ പാട്ട്? മുള്ളു കൊള്ളണ രീതിയിൽ കൊള്ളണം. ഈ പടി, എൻ്റെ വീട്ടിൽ പടി 3 നില വീട്, ഞാൻ കയറിറങ്ങുമ്പോൾ ഒന്ന് ഞാൻ പടിയിൽ വീണാൽ പോരാ, കഴിഞ്ഞില്ല ഡാൻസ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കാണുന്ന ഒരാളാണ് ഞാൻ. മരണമെന്ന് രോഗം നമ്മുടെ കൂടപ്പിറപ്പാണ്, നമ്മുടെ കൂടെയുണ്ട്. എന്തോന്ന് ഇത് രണ്ടും, അത് നവ്യയിലും മനസ്സിലാക്കണം. മരണവും രോഗവും, ഇത് രണ്ടും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബാക്കിയൊക്കെ ഞാൻ നാളെ അവിടെ പോവും, നാളെ ഇവിടെ പോവും, നാളെ ഞാൻ മറ്റത് മേടിക്കും, നാളെ ഞാൻ ഭീമ ജ്വല്ലറിയിൽ പോവും, ഞാൻ നാളെ പോത്തീസിൽ പോകും എന്നൊക്കെ നമുക്ക് പറയാം. ഇത് രണ്ടും പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് ഏറ്റവും അധികം വേണ്ടത് ആർട്ടിസ്റ്റുകൾക്കാണെന്ന് ഞാൻ പറയും. അപ്പോൾ ജഡ്ജസ് വന്നിരുന്നിട്ട് സമ്മാനം കിട്ടാത്തത് എന്താണെന്ന് നവ്യക്ക് ഇപ്പോൾ മനസ്സിലായില്ല. ഇതിൻ്റെ പുറകിൽ വലിയൊരു നൂലുവലിയുണ്ട്, ചരട്ട് വലിയുണ്ട്. ആ വലിയിൽ ചെന്ന് വീഴുന്നത് ആരാ? കുറേ കാശുകാർ, അമ്മമാരും പാരൻസും. ഓക്കെ.